സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങളിൽ ഉൾപ്പെടെ വലിയ ഭേദഗതിയാണ് വരുന്നത്. ഒരു വർഷത്തിൽ 5 തവണ നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ പെറ്റ് ലഭിച്ചാൽ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കാനുള്ളൊരു നിയമം നടപ്പിലാക്കാനുള്ള ആലോചന നിലവിലുണ്ട്. എന്നാലും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. നമ്മൾ ഈ കേന്ദ്ര നിയമം ഇവിടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ഒരു ആലോചനയുണ്ടോ? ഇല്ല, സത്യത്തിൽ ഇത് പത്രത്തിൽ കണ്ടാണ് ഞാനും അറിഞ്ഞത്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലി ഉള്ള ദിവസം ചൊവ്വാഴ്ച എന്നെ കാണും. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. പിന്നെ ചില കാര്യങ്ങൾ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കിയാലേ അപകടം കുറയത്തുള്ളൂ. പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളിപ്പം അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഇത് പത്രത്തിൽ കണ്ടാണ് ഞാനും അറിഞ്ഞത്. സാധാരണക്കാരാണ്, ചിലപ്പോൾ ചെറിയ ഓട്ടത്തിനിടയ്ക്കൊക്കെ നിയമലംഘനം സംഭവിച്ചു പോകും. അപ്പോൾ ഈ 1 വട്ടം 5 വട്ടമൊക്കെ ചെല്ലാൻ ലഭിച്ച് ലൈസൻസൊക്കെ റദ്ദാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ സാധാരണക്കാർ? അത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കത്തുള്ളൂ. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ചാടി വീഴില്ലല്ലോ. ഇപ്പോൾ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് 3 ഇരട്ടി 4 ഇരട്ടി എമൗണ്ട് അടിച്ചാണ് തന്നത്. അത് നേരെ പകുതിയായി കുറച്ച് കൊടുത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളുടെ പക്ഷത്താണ് സർക്കാർ. അത് അപകടം ഒഴിവാകണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് പകരം ഭീകര നടപടികളൊന്നും ശുപാർശ ചെയ്താൽ നടപ്പിലാക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് മറ്റ് ലോകരാജ്യങ്ങളുമായി ഇന്ത്യയെ താരതമ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയെ ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാനുള്ള സമയമായിട്ടില്ല. ആദ്യം എല്ലാ സംസ്ഥാനത്തും നല്ല ലൈസൻസ് കൊടുക്കാൻ നോക്കൂ. കേരളത്തിൽ കൊടുക്കുന്ന പോലെ നല്ല ലൈസൻസ് കൊടുക്കട്ടെ. കൊടുത്തിട്ട് ആളുകളെ നന്നായി ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് ശിക്ഷിക്കാം. നമ്മൾ ആലോചിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ ചെയ്യുള്ളൂ. അത് വളരെ ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. മുഖ്യമന്ത്രിയായിട്ടും ഞാൻ ആലോചിക്കും, പിന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ആലോചിക്കും. ഇപ്പോൾ ഒരു ധൃതി പിടിച്ച ഒരു നടപടി ഉണ്ടാവില്ല. പിന്നെ കേന്ദ്ര നിയമമായിട്ട് അതിൽ ഭേദഗതി പറ്റത്തില്ല. അതിൽ എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു.